ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. നിർമ്മലാമ്മക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഈശ്വര, അവരുടെ സ്വന്തം മകനാണ് ഗൗതം, എൻ്റെ ഭർത്താവ്. അവരെ ഈ സത്യങ്ങൾ അറിയിച്ചിട്ട് നിർമ്മലയുടെ മുന്നിലെത്തിക്കണം. അവരവരുടെ മകനെ കണ്ട്, മകൻ അമ്മയെ കണ്ട് എന്തായാലും മരിക്കാനുള്ള ആ ഒരു ഭാഗ്യം അവർക്ക് കിട്ടണേ, അവരുടെ അസുഖം വേഗം ഭേദമാക്കി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് നിധി പൊട്ടിക്കരയാണ്. പിന്നീട് കാണിക്കുന്ന വസുന്ധരയാണ്. വസുന്ധരയ്ക്ക് ക്ലബിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് വായോ, മീറ്റിംഗ് ഉണ്ട്, നീ പെട്ടെന്ന് വാ എന്ന് പറയണേ. അപ്പോഴേക്കും വസുന്ധര സാരിയൊക്കെ ഉടുത്ത് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ വേണ്ടി ലോക്കറിൻ്റെ ചാവി നോക്കണം. പക്ഷെ അവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. മൊത്തത്തിൽ അടിമുടി നോക്കിയിട്ടും കാണുന്നില്ല. വസുന്ധരക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എൻ്റെ ലോക്കറിൻ്റെ ചാവി, എൻ്റെ കൈയും കാലൊക്കെ ഒരുമാതിരി നനഞ്ഞ കോഴിയെ പോലെ താനായിരിക്കുന്നു, കഴുത്തും കൈയൊക്കെ നീണ്ടിരിക്കുന്നു. അങ്ങനെ വസുന്ധര പാറുവിൻ്റെ അടുത്തോട്ട് ചെല്ലുക. പാറുവാണെങ്കിൽ പച്ചക്കറി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറുവിനോട് ചോദിക്കുക, എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എവിടെ പാറു? അതിൻ്റെ ലോക്കറിൻ്റെ ചാവിയോടെ? എന്താ വസു ഈ പറയുന്നത്? നിൻ്റെ സ്വർണ്ണം നീ അല്ല എടുത്ത് വെക്കാറെന്ത് എന്നോട് ചോദിക്കുന്നു? അതല്ല ലോക്കറിൻ്റെ ചാവി അവിടെ എവിടെയും കാണാനില്ലേ? ഇല്ല, കാണാനില്ല. അപ്പം പിന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്താ ഏട്ടത്തി ആളെ ഒരുമാതിരി ഇതാക്കുന്നത്? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടത്തി എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്ക്. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പാറു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വസു പറയാണ്, അതെ പിന്നെ എനിക്ക് ഒരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ ക്ലബിൽ ഒരു പെട്ടെന്ന് എത്താൻ പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പരിപാടിക്ക് പങ്കെടുക്കണം. അവിടെ എല്ലാവരും നല്ല അണിഞ്ഞൊരുങ്ങിയാണ് വരിക. എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എനിക്ക് കൊണ്ടുപോകണം, എനിക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞ് വസു ഇങ്ങനെ ധൃതി പിടിക്കുമ്പോൾ, അയ്യോ ഇനി എന്താ ചെയ്യുക വസു? ഒരുപക്ഷെ നിധിയായിരിക്കും അതൊക്കെ പൂട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിധിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിധി ചെയ്തിട്ടുണ്ടാവും. ദേട്ടത്തി എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്വർണ്ണം എനിക്ക് കിട്ടണം, എനിക്കെന്നെ ലോക്കർ. വസു എനിക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിധിയോട് പറയായിരുന്നില്ലേ? നിധി ഇങ്ങനെ ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ എനിക്ക് സ്വർണ്ണം വേണം, ലോക്കറിൻ്റെ ചാവി എടുത്ത് വെക്കില്ലെന്ന് പറഞ്ഞ് നിധി ചെയ്യില്ല. ഇനിയിപ്പോൾ നീ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കും, അത് ചെയ്താൽ മതിയായിരുന്നില്ലേ? എന്തിനാ വസു നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ മനുഷ്യൻ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഏട്ടത്തി ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ട് വസു ദേഷ്യപ്പെടുകയാണ് കേട്ടോ. വസുന്ധര പറയണേ, അങ്ങനെ നിങ്ങൾ എന്നോട് പറയണ്ട, അവളുടെ കയ്യും കാലം പിടിക്കൊന്നും ഞാനില്ല. എന്നാൽ പിടിക്കണ്ട, നീ പോയിട്ട് അവളോട് ചോദിച്ചോ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇഷ്ടം അവൾക്ക് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അവൾ ആ വീഡിയോയുടെ കാര്യം പുറത്തു വിട്ടാൽ അതോ ആപത്താണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടത്തി എന്നെ ഒന്ന് സഹായിക്കും, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് സ്വർണ്ണങ്ങളൊക്കെ വേണ്ടേ? എനിക്കിതൊന്നും ഇല്ലാതെ കയ്യും കാലൊക്കെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ എന്നെ കളിയാക്കില്ലേ? എൻ്റെ കഴുത്ത് ഒരുമാതിരി ഉണ്ട്, എൻ്റെ കൈ ഒരുമാതിരി ഉണ്ട്, ഈ കോലത്തിലൊരു പിച്ചക്കാരിയെ പോലെ ഇല്ലേ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ പാറു പറയുന്നത്, ഇനി ഇതിക്ക് വിളിച്ചോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് ഭൈരവിയമ്മ അവളെല്ലാം ഏൽപ്പിച്ച്. ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ കാര്യങ്ങൾ പോലും അവളുടെ കയ്യിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഈശ്വര, ഏത് ദുർബല നിമിഷമാണോ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നത്? എന്തായാലും എനിക്കും ഇങ്ങനെ ഒരു നല്ല കാലം വരും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന വസു ആരാണെന്ന് നിങ്ങൾ അറിയും. എൻ്റെ കാൽച്ചുവട്ടിൽ എല്ലാവരും വരുന്നതൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തൻ്റെ കാറിൻ്റെ ചാവി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാറിൻ്റെ ചാവിയില്ല. അപ്പോൾ ഏട്ടത്തി എൻ്റെ കാറിൻ്റെ ചാവി എവിടെ? എന്താ ഈ പറയുന്നത്? എന്തിനാ എന്നോട് ചോദിക്കുന്നത്? വസു നീ വെക്കുന്നത് നിനക്കെല്ലാം അറിയോ? അങ്ങനെ കാറിൻ്റെ ചാവിയും കാണുന്നില്ല. പിന്നീട് വസുന്ധര ദേഷ്യത്തോടു കൂടി പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ മുറ്റത്ത് ഒരൊറ്റ കാറില്ല കേട്ടോ. അതോടുകൂടി പറഞ്ഞു വിളിക്കുകയാണ്, ഏട്ടത്തി ഇവിടെ കാറും വേറെ ഒന്നും കാണുന്നില്ല, ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചത്? അയ്യോ ഞാൻ മറന്നുപോയി, നിധി ഒരു പക്ഷേ എല്ലാ കാറുകളും കൂടി സർവീസിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ നിധി സർവീസിന് കൊടുത്തെങ്കിലോ എന്ന് പറയുമ്പോൾ വസുന്ധരക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും വസുന്ധര പറയാണ്, എനിക്ക് ക്ലബ്ബിൽ ഇപ്പോൾ തുടങ്ങും പരിപാടി, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്തണ്ടേ, എന്നെ വിളിച്ചും കൊണ്ടിരിക്കുന്ന അവരെ. ഈശ്വരൻ, ഞാൻ അവരോടൊക്കെ എന്ത് മറുപടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വസുന്ധര ഓടി കൊണ്ട് ഓട്ടോയിൽ കയറി പോവുകയാണ് കേട്ടോ. അത് കാണുന്ന പാറുവിന് ചിരി വരികയാണ്. പാറുവിന് പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഐശ്വര്യയാണ്. അതായത് പ്രണവ റോഡിൽ വെച്ച് കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ അമ്പലത്തിൽ ഇങ്ങനെ തിരികെ കൊളുത്തുകൊണ്ടിരിക്കുക, നിലവിളക്ക് കത്തിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് നിധി നിൽക്കുന്ന ആ സീനാണ്. അതിനിടയ്ക്ക് നിധി പ്രാർത്ഥിക്കുന്നുണ്ട് നിർമ്മലാമ്മക്ക് വേണ്ടി. അവരുടെ മകനെ അവരുടെ അരികിലോട്ട് എത്തിക്കുന്നത് വരെ അവരുടെ അസുഖത്തിന് യാതൊരു കുഴപ്പമില്ല, അവരൊരു പാവമാണ്. ഈശ്വര, അവരുടെ സ്വന്തം മോന് മുന്നിലുണ്ടായിട്ട് മകനാണെന്നറിയാതെ സ്വന്തം അമ്മയാണെന്നറിയാതെ രണ്ടുപേരും ജീവിക്കുന്നത് കാണാൻ ഈശ്വര, എനിക്കാണല്ലോ ഇതൊക്കെ, എനിക്കിത് പറയാനുള്ള ആ ഒരു അവസരം ദൈവമായിട്ട് എന്നിൽ ഉണ്ടാക്കിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുന്ന ആ ഒരു സീനാണ് കേട്ടോ. പിന്നീട് കാണുന്ന ഈ ഐശ്വര്യം ഇങ്ങനെ ഇത് നിലവിളക്കുകളൊക്കെ കത്തിക്കുന്നത്, അത് കാണുന്ന
കാണുന്ന വല്ലാതെ കൗതുകമായി തോന്നുകയാണ്. ആഹാ, ടീച്ചർ ഇവിടെ എന്താ, ടീച്ചർ കുറേ നേരമായല്ലോ വന്നിട്ട്, നീ ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതെന്താ ഇത് നിലവിളക്കൊക്കെ അല്ല, നിന്നിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട്. നീ എന്നെ ഒരു അനിയത്തിക്കുട്ടിയെ പോലെ നിന്നെ ഞാൻ കാണുന്നു. നീ നിന്നെ ടീച്ചർ എന്ന് വിളിക്കണ്ട, ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടാ. പിന്നീടാണെങ്കിൽ വസുന്ധര ഒരു ഓട്ടോയിൽ പോകുന്ന ആ രംഗമാണ് കേട്ടോ. അങ്ങനെ ആ ക്ലബ്ബിൽ അവരുടെ അടുത്തോട്ട് എത്താണ്. അപ്പോൾ സുന്ദര ഓട്ടോയിൽ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ക്ലബ്ബിലെ എല്ലാവരും കളിയാക്കാണ്. എന്താ വസു, നീ ഓട്ടോയിൽ ഇറങ്ങി വരുന്നത്, നിൻ്റെ കാറിന് എന്താ പറ്റിയത്? അപ്പോൾ അത് കേട്ട ഉടനെ വസുന്ധര പറയാണ്, സർവീസിന് കൊടുത്തിരിക്കുകയാണ്. ഈശ്വരമംഗലത്ത് ഒരുപാട് കാറുകളുണ്ടല്ലോ, ഒരു കാറേ ഉള്ളൂ, എന്താ വസു ഈ മാതിരി, എല്ലാ കാറുകളും ഒരുമിച്ച് ആരെങ്കിലും സർവീസിന് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം. അല്ല വസു, നീ എന്താ ഒരു നനഞ്ഞ കോഴിയെ പോലെ ഒട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന, നിൻ്റെ ദേഹത്ത് സ്വർണ്ണാഭരണങ്ങളൊന്നുമില്ല. വസുന്ധര വരുന്നത് ഒരു പ്രൗഢിയോട് കൂടിയായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു നിൽക്കുന്നത്, നീ ഇപ്പോൾ കയ്യിലും കാലിലൊക്കെ ഇല്ലാതെ ഒരു കോലത്തിലാണല്ലോ വന്നിരിക്കുന്നത്, ഇതെന്താ വസു എന്നൊക്കെ ചോദിച്ചിട്ട് പറയണം. ഈശ്വരമംഗലത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഈശ്വരമംഗലത്ത് ഇപ്പോൾ വസുന്ധരയ്ക്ക് ഒരു സ്ഥാനവുമില്ല, വസുന്ധര അവിടുത്തെ ആരുമല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും വസുന്ധര, നിനക്കിപ്പോൾ ആ വീട്ടിൽ ഒരു വിലയില്ലെന്ന് ഞങ്ങൾക്കും മനസ്സിലായി കേട്ടോ. അത് കേൾക്കുന്ന വസുന്ധര, നിങ്ങളിപ്പോൾ എന്തിനാ അതൊക്കെ നോക്കുന്നത്, ക്ലബ്ബിലെ മീറ്റിങ്ങിന് പോകണമെങ്കിൽ അതിനങ്ങ് പോയാൽ പോരെ, നിങ്ങളുടെ വണ്ടിയിൽ കയറി പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ വസുന്ധര കാര്യങ്ങൾ പറയുമ്പോൾ വസുന്ധരക്ക് എന്താ അത്ര ദേഷ്യം, ഞങ്ങളുള്ളത് പോലെയൊക്കെ പറയും, എന്നാൽ നിങ്ങളുടെ കൂടെ ഞാൻ വരുന്നില്ല എന്ന് പറയാൻ കേട്ടോ വസുന്ധര. അപ്പോൾ തന്നെ അവർ പോവുകയാണ്. പിന്നീട് വസുന്ധര എല്ലാവർക്കും ഇടയിൽ നാണം കെട്ട് നിൽക്കുകയാണ്. ഇതിനൊക്കെ കാരണക്കാരത്തെ നിധിയാണ്, എടി നിന്നെ ഞാൻ പോട്ടുകൂടി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, ഈ ബസ് ആരാണെന്ന് ശരിക്കും അറിയുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓട്ടോക്ക് കൈ കാട്ടാൻ. ആ ഓട്ടോയിലാണെങ്കിൽ അതിലും വലിയ മാരണമാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. അത് ശിവാനി ആയിരിക്കും. ശിവാനിയെ കാണുന്ന വസുന്ധരക്ക് ദേഷ്യം പിടിക്കണം. ഒരു യക്ഷി നോക്കുന്നത് പോലെ ശിവാനി ഇങ്ങനെ നോക്കണം. അപ്പോഴേക്കും ശിവാനി പറയണേ, വസുന്ധരേൻ്റെ ഓട്ടോയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടാണ് പിന്നാലെ ഒരു ഓട്ടോ പിടിച്ച് പോകുന്നത്. എന്നാൽ എൻ്റെ വസുന്ധര, നിങ്ങളുടെ ജീവിതം പറ്റത്തറയാല്, ഇടി നിന്നെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. നീ ഒറ്റരുത്തിക്കാരാണ് ഞാൻ ഇന്ന് ഈ കോലത്തിലായത്. നീ എന്നോട് ഈ ചതി ചെയ്തതിലാണ് എൻ്റെ അനി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ എനിക്ക് ഈശ്വരമംഗലത്ത് കയറി പറ്റണം. അത് കേട്ടോടെ തന്നെ വസുന്ധര പറയും, മനുഷ്യനെന്നെ ഈശ്വരമംഗലത്ത് നല്ലൊരു സ്ഥാനം കിട്ടാതെ നിൽക്കുമ്പോൾ പിന്നെ നിന്നെ ഈശ്വരമംഗലത്ത് കയറ്റുന്നത്, നീ ഒറ്റരുത്തി കാരണമായിട്ട് എൻ്റെ ജീവിതം തന്നെ തകർത്തത്. വസുന്ധര ആരായിരുന്നു, വസുന്ധര എന്തുമാത്രം വിലയും ഉള്ളായിരുന്നു, നീ ഒറ്റരുത്തി കാരണം എനിക്കിപ്പോൾ ഒരു നിലയും വില ആ വീട്ടിലില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ തെറ്റ് ആർക്കും പറ്റില്ല. ആ തെറ്റ് തിരുത്തി വരാനല്ലേ ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഇത്രയും നാൾ വസുന്ധര ആൻറ്റിയുടെ മുന്നിൽ ഞാൻ വരാതിരുന്നത്. അതുകൊണ്ട് വസുന്ധര ആൻറ്റി, ഇപ്പോഴത്തെ അവസ്ഥയിൽ വസുന്ധരയെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. എനിക്ക് എങ്ങനെയാടി കഴിയുക? പ്രണവിൻ്റെ ഭാര്യയായി നീ ഇല്ല എന്ന് പറയുന്ന പ്രണവ് നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു. ആ സമയം നീ എങ്ങനെയാടി എന്നെ രക്ഷിക്കുന്നത്? നീ എൻ്റെ വഴിക്കേ വരരുത്. നിന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് നാശം തുടങ്ങി. അപ്പോഴേക്കും ആഹാ, നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾ എന്നെ സഹായിക്കില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഈശ്വരമംഗലത്ത് നിന്ന് ഇറക്കും. ആഹാ, നീ ഇപ്പം എനിക്കിട്ട് പാരപണിയുന്നോ? എന്നാൽ നിനക്ക് നല്ല ശിക്ഷ ഞാൻ തരൂടി. അത് കേൾക്കുന്നതിനോട് കൂടി ഉടനെ ശിവാനി, ഞാൻ പറഞ്ഞത് കാര്യമാണ്, എന്നെ നിങ്ങൾ ആ വീട്ടിലോട്ട് കയറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കും ആ വീട്ടിലൊരു സ്ഥാനമില്ലെന്ന് പറഞ്ഞ് വസുന്ധരയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കേട്ടോ. ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമെന്ന് പറയുമ്പോൾ, എടി നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ലെന്ന് പറഞ്ഞ് വസുന്ധര ശിവാനിയെ പുച്ഛിച്ച് തള്ളുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ വന്നിരിക്കുന്നത്.